PlayStation Xbox ഒക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. അറൗണ്ട് 50,000 rupees എങ്കിലും മിനിമം മുടക്കിയാലേ നമുക്ക് അതുപോലത്തെ കൺസോൾസ് ഒക്കെ മേടിക്കാൻ പറ്റത്തുള്ളൂ. ഇനി Nintendo നോക്കുകയാണെങ്കിൽ അതിനും അറൗണ്ട് 20,000 rupees എങ്കിലും മിനിമം മുടക്കണം. എന്നാൽ അത്രമാത്രം ബഡ്ജറ്റ് ഒന്നുമില്ല. എനിക്ക് GTA കളിക്കണം, FIFA കളിക്കണം, അതുപോലത്തെ ഗെയിംസ് ഒക്കെ കളിക്കാൻ വേണ്ടി നമുക്ക് മേടിക്കാൻ പറ്റിയ ഒരു ഡിവൈസ് ആണ് ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത്. ഇതിന്റെ സൈസ് ഇത്രേ ഉള്ളൂ എങ്കിലും ആള് പുലിയാണ്. കാരണം ഇതിൽ GTA കളിക്കാൻ പറ്റും, FIFA കളിക്കാൻ പറ്റും, ആൻഡ് വേറെയും കുറേ ഗെയിംസ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 90s ഇഷ്ടം പോലെ ഗെയിംസ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഗെയിം ആഡ് ചെയ്യണമെങ്കിലും ഇതിൽ മെമ്മറി കാർഡ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മെമ്മറി കാർഡ് എടുത്ത് PC കണക്ട് ചെയ്തിട്ട് നമുക്ക് ഗെയിംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനെയൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വിക്ക് അൺബോക്സിംഗ് കാണാം. മെയിനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. കാരണം ഈ ഒരു പ്രോഡക്റ്റ് കൈ കിട്ടിയ സമയത്ത് തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒരു ഫേക്ക് അൺബോക്സിംഗ് കാണിച്ചു തരാം. മെയിനായിട്ട് ഇതാണ് ഇതിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സിനകത്ത് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസ് കാണാൻ പറ്റും. വൈറ്റ് കവറിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഡിവൈസ് സൈഡിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ടൈപ്പ് സി കേബിളും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും ഡോക്യുമെന്റേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വെയിറ്റ് നോക്കുകയാണെങ്കിലും 200 grams മാത്രമേ വരുന്നുള്ളൂ. നല്ല കോമ്പാക്ട് ഡിവൈസ് ആണ്. നല്ല കോമ്പാക്ട് എന്നും പറഞ്ഞ് പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല, അത്ര കോമ്പാക്റ്റ് അല്ല. എങ്കിലും നമുക്ക് നമ്മുടെ ബാഗിലൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു കോമ്പാക്ട് ഡിവൈസ് തന്നെയാണ്. ആൻഡ് ഇത് ഇത്ര കോമ്പാക്റ്റ് അല്ല, പോക്കറ്റിലിടാൻ പറ്റില്ല എന്നൊക്കെ പറയാനുള്ള മെയിൻ റീസൺ ഇതിന്റെ ബാക്കിൽ നിന്നൊരു ചെറിയൊരു തള്ളലുണ്ട്. അത് കാരണം നമ്മുടെ പോക്കറ്റിലേക്ക് ഇതിങ്ങനെ ഈസി ആയിട്ട് ഫിറ്റ് ആവത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ആൻഡ് ഈ ഒരു ഡിവൈസിന്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ പോർട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മേളിൽ ഒരു HDMI പോർട്ട് കാണാൻ പറ്റും. ആൻഡ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വോളിയം അപ്പും ഡൗണും പിന്നെ ഒരു മെമ്മറി കാർഡ് ഇടാണ്ട ഒരു സ്ലോട്ട് കാണാം. ആൻഡ് താഴെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു OTGക്ക് വേണ്ടി ഒരു ടൈപ്പ് സി കേബിളും ഹെഡ്ഫോൺ ജാക്കും പിന്നെ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ടൈപ്പ് സി കേബിളൂടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അടുത്ത സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു മെമ്മറി കാർഡിന്റെ സ്ലോട്ട് കാണാൻ പറ്റും. ആൻഡ് പവർ ഓൺ ഓഫ് ബട്ടണും പിന്നെ ഒരു റീസെറ്റ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് R1ഉം R2ഉം L1ഉം L2 എന്നും പറഞ്ഞ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇത് ട്രിഗർ ബട്ടൺസ് ആണ്. ആക്ച്വലി PlayStationലുള്ള ഗെയിംസ് കളിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ട്രിഗർ ബട്ടൺസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു എമുലേറ്റർ ഡിവൈസ് ആണ്, ആദ്യമേ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ പഴയ PlayStation 1ഉം PSPയും അതുപോലത്തെ ഡിവൈസുകളും Nintendo 90s കുറേ കൺസോൾസ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഗെയിംസ് ഇതിൽ എമുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിൽ GTA കളിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത്. GTA എന്തായാലും ഞാൻ കളിച്ചും കാണിച്ചു തരാം. ആൻഡ് ഈ ഒരു ഡിവൈസിന്റെ ഫ്രണ്ടിലുള്ള ബട്ടൺസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു Y എന്ന് പറയുന്ന ബട്ടണും B എന്ന് പറയുന്നതും A എന്ന് പറയുന്ന ഒരു X എന്ന് പറയുന്ന ഒരു 4 ബട്ടൺ കാണാൻ പറ്റും. ആൻഡ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ജോയ്സ്റ്റിക്ക് പോലത്തെ ഒരു കൺട്രോളും കാണാൻ പറ്റും. ആക്ച്വലി ഒരു ജോയ് പാഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. 4 സൈഡിൽ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സെൻറ്ററിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. 1 wattsന്റെ സ്പീക്കറാണ്, അത്യാവശ്യം ലൗഡാണ്. ആൻഡ് ഒരു സെലക്ട് ബട്ടൺ, സ്റ്റാർട്ട് ബട്ടൺ, ഫങ്ഷൻ ബട്ടൺ പോലത്തെ ഒരു സ്മൈലി ഫേസും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി 2 ജോയ്സ്റ്റിക്കുമാണ് ഇതിൽ മെയിൻ ആയിട്ട് ബട്ടൺസ് ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ഇതിൻ്റെ ഈ ഒരു ഡിസ്പ്ലേ ആണ്. ഒരു മാസീവ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു 4 ഇഞ്ചിൻ്റെ 1:1 ആസ്പെക്ട് റേഷ്യോ ഒരു 720p പാനലാണ്. IPS ഡിസ്പ്ലേ ആണ്. 720p എന്ന് കേൾക്കുമ്പോൾ പല ആൾക്കാരും വിചാരിക്കുമായിരിക്കും റെസൊല്യൂഷൻ കുറവല്ലേ എന്ന്. ഈ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ നല്ല ക്രിസ്പ് ഡിസ്പ്ലേ ആണ്. മാത്രമല്ല ഇങ്ങനത്തെ കൺസോൾസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. IPS പാനലാണ്, നല്ല കോൺട്രാസ്റ്റ് ആണ്, നല്ല സാച്ചുറേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ആൻഡ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഫോൺസിനെ പറ്റിയും ഗാഡ്ജറ്റ്സിനെ പറ്റിയും ഫോൺ മോസ് അല്ല പിന്നെ വേറെ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതിന്റെ പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ARMന്റെ ഒരു ക്വാഡ് കോർ CPU ആണ് ഇടുന്നത്. 1.8 GHz ആണ് അതിൻ്റെ ഒരു ക്ലോക്ക് സ്പീഡ് വരുന്നത്. ആൻഡ് ഇതിൽ 1 GB RAM ആണ് കൊടുത്തിട്ടുള്ളത്. LPDDR4 RAM ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ല പവർഫുൾ ഡിവൈസ് എന്നാണ് ഈ ഒരു കൺസോൾ സീരീസിൽ പറയുന്നത്. ഇതിനെക്കാട്ടും ബെറ്റർ ഒരു PC ബിൽഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങൾക്ക് ഒരു PC നിന്ന് കിട്ടത്തില്ല. പിന്നെ വൈഫൈ കൊടുത്തിട്ടുണ്ട്, ബ്ലൂടൂത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലത്തെ സംഭവമൊക്കെ ഉണ്ട്. വൈഫൈ യൂസ് ചെയ്ത് നമുക്ക് നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് യൂസ് ചെയ്ത് നമുക്ക് ബ്ലൂടൂത്ത് ഡിവൈസ് ആയിട്ടുള്ള കൺട്രോളേഴ്സും ഹെഡ്ഫോൺസ് ഒക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു 1 wattsന്റെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ലൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ 5000 mAhന്റെ ബാറ്ററിയാണ് ഇതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് FIFA കളിച്ച് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്കിപ്പം കാണാൻ പറ്റുന്ന പോലെ. അതുപോലെ തന്നെയാണ് നമുക്ക് വേറെ ഏത് ഗെയിം ട്രൈ ചെയ്ത് നോക്കാനാണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പോൾ GTA നോക്കുകയാണെങ്കിലും GTA Vice City നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റും. അത് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല സ്മൂത്താണ്. ലാഗ് ഒന്നും ഞാൻ ഇതുവരെയും ഫേസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് 60 FPS
FPS എന്തായാലും എല്ലാ ഗെയിംസും ഇതിൽ റൺ ചെയ്യുന്നുണ്ട്. GTA അത് തന്നെ എനിക്ക് പറയാനുള്ളത് വളരെ സ്മൂത്താണ്. ആൻഡ് ഇതുപോലത്തെ കുറേ കൂൾ ഗെയിംസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. ആൻഡ് അറൗണ്ട് $100 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിന് എനിക്ക് ടോട്ടലി വെർത്തായിട്ട് തോന്നി. കാരണം ഇതുപോലത്തെ കൂൾ ഗെയിംസ് ഒക്കെ നമുക്ക് കളിക്കാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ സൗണ്ട് കേൾപ്പിച്ചിരുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാണ് മെയിനായിട്ട് ബഡ്ജറ്റ് കുറവാണ്. $100 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരു 8,000 റേഞ്ചൊക്കെ വരും. ആ ഒരു പ്രൈസിന് നല്ലൊരു കൺസോൾ മേടിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നല്ല വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇഷ്ടംപോലെ ഗെയിംസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പഴയ നിറ്റൻഡോ ആണെങ്കിലും അതുപോലത്തെ എക്സ്പെൻസീവ് ഡിവൈസുകൾ 90s വലിയ കമ്പ്യൂട്ടർ പോലത്തെ ഡിവൈസുകളൊക്കെ നമുക്ക് ഇത്രയും കോമ്പാക്ട് ബിൽഡിൽ നമുക്ക് ഇന്ന് കളിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ടെക്നോളജി അത്രമാത്രം വളർന്നിട്ടുണ്ട്. ഗെയിംസ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ സൈഡിലൊരു മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. 2 മെമ്മറി കാർഡ് സ്ലോട്ട് കാണാൻ പറ്റും. ഒന്ന് OS ആണ്, പിന്നെ ഒന്ന് ഗെയിം ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ആ ഒരു മെമ്മറി കാർഡ് എടുത്ത് PC കണക്ട് ചെയ്ത് നമുക്ക് ഗെയിംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ OSന്റെ കാര്യം പറയാനാണെങ്കിൽ ഇതൊരു ലിനക്സ് ബേസ്ഡ് ഡിവൈസ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള ബിൽഡ് കിട്ടുന്നത്. ഗെയിം പ്ലേ നോക്കുകയാണെങ്കിൽ എനിക്ക് അറൗണ്ട് 4 to 5 hours ഇതിൻ്റെ ഗെയിം പ്ലേ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ആണ്. 5000 mAh വെച്ച് നോക്കുകയാണെങ്കിൽ അതും ഇതുപോലത്തെ ഒരു കിടിലം കമ്പ്യൂട്ടറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിന് തന്നെ പറയണം. കാരണം ഇത്ര കോമ്പാക്റ്റിൽ നമുക്ക് ഇഷ്ടം പോലെ ഫംഗ്ഷനാലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊരു മോഡിഫൈഡ് ലിനക്സ് ആണ്. അതായത് നമ്മൾ നോർമലി കാണുന്ന ലിനക്സ് പോലെയല്ല, ഗെയിമിന് വേണ്ടി കുറച്ചുകൂടെ ഒപ്റ്റിമൈസ് ചെയ്ത് അതിനായിട്ടുള്ള ഒരു UI കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഗെയിം പ്ലേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ അത് കണ്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ പറയുന്ന കേൾക്കുക, അതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സ്വിച്ചസ് ആണെങ്കിലും നല്ല ഫീലാണ് തരുന്നത്. പിന്നെ വൈബ്രേഷൻ അതുപോലത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ എക്സ്പെൻസീവ് കൺസോളിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അതുപോലത്തെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒക്കെ കിട്ടും. അങ്ങനത്തെ പരിപാടിയൊന്നും കൊടുത്തിട്ടില്ല. ബട്ട് സ്മൂത്ത് ആണ് ഗെയിം പ്ലേ എന്ന് പറയുന്നത്. ഈ പ്രൈസിന് നല്ലൊരു വാല്യൂ ഫോർ മണി ഡിവൈസ് ആയിട്ട് തോന്നി. നിങ്ങൾക്ക് ഗെയിമിംഗ് വളരെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ 90s ഗെയിംസ് ഒക്കെ ഒന്നുകൂടെ എടുത്ത് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഗെയിം ബോയ് ആണെങ്കിലും പഴയ PSP ആണെങ്കിലും അതുപോലത്തെ ഗെയിംസ് ഒക്കെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുറച്ച് PlayStation യൂസേഴ്സ് ഒക്കെ ചോദിക്കുന്നതാണ് നമുക്ക് ഓൾഡ് സ്കൂൾ ആയിട്ടുള്ള God of War കളിക്കാൻ പറ്റുമെന്ന്. അങ്ങനത്തെ ഗെയിം നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റുന്നതാണ്. അതെല്ലാം പ്രീലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും ബേസ് വേരിയൻ്റ് ആണ്. 64 GB മെമ്മറി കാർഡുള്ള ഓപ്ഷനാണ് ഈ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി 128 256 ഒക്കെ ഉണ്ട്. അതൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റോറേജും കാര്യങ്ങളും കിട്ടും. മെയിനായിട്ട് കുറച്ചുകൂടെ ഗെയിം അവർ ലോഡ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതൊരു യെല്ലോ ഓറഞ്ച് മിക്സ്ചർ ഉള്ള ഒരു കളറാണ്. ഇതുപോലെ തന്നെ ട്രാൻസ്പാരന്റ് കളേഴ്സും ബാക്കി അവൈലബിൾ ആണ്. ട്രാൻസ്പാരന്റ് വൈറ്റും ട്രാൻസ്പാരന്റ് ബ്ലൂവും അതുപോലെ തന്നെയാണ് ഒരു ട്രാൻസ്പാരന്റ് ബ്ലാക്കും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബാക്കിയുള്ള വീഡിയോസ് കൂടെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ദിസ് ഇസ് ഫോൺമോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.